ഹലോ ട്രേഡേഴ്സ്, ഞാൻ ഇന്നിവിടെ പുതിയൊരു പ്ലാറ്റ്ഫോം നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. അത് നമ്മൾ ബിനോമോ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അത് ക്രിപ്റ്റോ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ബൈനറി ഓപ്ഷനാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ്. ബിനോമിനെക്കാട്ടിലും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് നമുക്ക് ഉപയോഗിക്കാം. അതായത് മൊബൈലിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ട്രേഡിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈലിൽ തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ പേര് സോളസ് ഫിനാൻസ് എന്നാണ്. സോളസ് ഒരു US ബേസ്ഡ് കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ കുറച്ച് നാളായിട്ട്. അപ്പം ഇന്ത്യയിൽ ലോഞ്ച് ആയതുകൊണ്ട് കുറച്ചും കൂടെ അഡ്വാൻറ്റേജാണ്. അതായത് നമുക്ക് കുറച്ചും കൂടെ ഫസ്റ്റ് വന്നതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമുക്കെല്ലാം പഠിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് നമ്മൾ ബിനോമോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഓക്കെ. അപ്പം ഇതിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് കുറച്ചാണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോ. ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ബാലൻസ് ബാർ, ബോയിലറിംഗ് ബാൻഡ് പല തരത്തിലുള്ള ബോയിലറിംഗ് ബാൻഡ് ഉണ്ട്. ഓക്കെ. നല്ല കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ട്രേഡിംഗ് വ്യൂ പോലെ തന്നെ കുറേ നല്ല ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ബിനോമയിൽ ഇത്രയും സൈറ്റിൽ നമുക്ക് മൊബൈലിൽ കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ഇത് വഴി കയറി കഴിഞ്ഞിട്ട് മൊബൈൽ വഴി ഇതിൽ ഓപ്പൺ ചെയ്ത് മെയിൽ ID കൊടുത്ത് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക. ഓക്കെ. ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്കത് നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മൊബൈലിലും ലാപ്പിലും ഉപയോഗിക്കാം. പക്ഷേ മൊബൈലിൽ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്കത് പ്രൈസ് ആക്ഷൻ നോക്കണമെങ്കിൽ കുറച്ചും കൂടെ സൂം ആക്കിയിട്ട് ഇങ്ങനെ പ്രൈസ് ആക്ഷൻ നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്രെൻഡ് വാച്ച് ചെയ്യാനാണെങ്കിൽ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് അനലൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് സൂം ഔട്ട് ആക്കിയിട്ട് വേണ്ടേ ഈ ട്രെൻഡ് നമുക്ക് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ഇതാണ്ട് ഇവിടെ നോക്കിയാൽ മതി. ട്രെൻഡ് ലൈൻ, ഹൊറിസോണ്ടൽ എല്ലാ ലൈനും ഉണ്ട്. ട്രയാങ്കിൾ ലൈന് ഉണ്ട്, വെർട്ടിക്കൽ ലൈന്. നമുക്ക് മൊബൈലിൽ ഇല്ലാത്ത ബിനോമയിൽ മൊബൈൽ ഇല്ലാത്ത സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഓക്കെ. സാധാരണ ബിനോമയിൽ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യുമ്പോഴത്തേന് എന്താ പറയുക, ട്രെൻഡ് ലൈനൊന്നും വരയ്ക്കാൻ പറ്റില്ല. ട്രേഡിങ്ങിൽ പ്രധാനപ്പെട്ട ഇതാണ് ട്രെൻഡ് ലൈന്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം. ഓക്കെ. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അത് ലോസ് ആകും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്കവിടെ വെച്ച് ബയ്യ ചെയ്തെങ്കിൽ സെല്ല് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് എടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ ഇപ്പം ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ട്രേഡ് ഇവിടുന്ന് എടുക്കുകയാണ്. ഓക്കെ. ഇവിടെ ചുമ്മാ ഒരു ഡൗൺ ട്രേഡ് ഞാൻ കൊടുത്തു. ഓക്കെ. ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ചുമ്മാ ഒരു ഡൗൺ ട്രേഡ് കൊടുത്തു. ട്രേഡ് പ്ലേസ് ആയി. ആ ട്രേഡ് പ്ലേസ് ആയത് എവിടെ കാണുന്നതെന്ന് വെച്ചാൽ താഴെ ഓപ്പൺ പൊസിഷൻസ് കാണുമല്ലോ, ഇവിടെ നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ നമ്മൾ ട്രേഡ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതിൻ്റെ സമയം 1 മിനിറ്റാണ്. ഇപ്പോൾ 45 സെക്കൻഡായി സമയമുണ്ട്. പിന്നെ അതിൻ്റെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കണ്ടോ, $0.66 നമുക്ക് കിട്ടുക. ഓക്കെ. പിന്നെ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് നമുക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും എമൗണ്ട് ലോസ് ആവില്ല. ഓക്കെ. നമുക്ക് ഇതിൻ്റെ ബാക്കി എമൗണ്ട് ബാലൻസ് നമുക്ക് കിട്ടും. ഫുൾ എമൗണ്ട് $1 നമുക്ക് ലോസ് ആവില്ല. ഈ ട്രേഡ് ലോസിലേക്ക് പോകും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് കിട്ടും. ഓക്കെ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 66 ആണ്. ഓക്കെ. 0.66 ആണ്. അത് വിൻ ആവുകയാണെങ്കിൽ. ഓക്കെ. നമ്മൾ ഡൗൺ ട്രേഡാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ലോസിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമുക്ക് റെഡ് കാണിക്കും. ഓക്കെ. മൈനസ് റെഡ് കാണിക്കും. ഇപ്പോൾ അത് വിന്നിങ് നിൽക്കുകയാണ്. ഓക്കെ. അത് വിന്നിങ് ആയിട്ടുണ്ട്. ഓക്കെ. അത് വിന്നിങ് ആയ ട്രേഡ് ഹിസ്റ്ററി കാണുന്നത് റിസോൾവ്ഡ് പൊസിഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാണാം. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ വിന്നിങ് ആയിട്ടുണ്ട്. വിന്നിങ് ആയത് ഗ്രീനിൽ കിടക്കും. ബാക്കി താപ്പോട്ട് നോക്കിയാൽ ഇത് ലോസാണ്. പിന്നെ ഞാൻ ഇത് നേരത്തെ എടുത്ത ട്രേഡാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും മറ്റു കാര്യങ്ങളും യൂസ് ആക്കി ട്രേഡ് എടുത്തതാണ്. നിങ്ങൾക്ക് താപ്പോട്ട് നോക്കി കാണാൻ പറ്റും. ഇതെല്ലാം വിന്നിങ് ആണ്. കണ്ടോ, ഇത്രയും ട്രേഡ് വിന്നിങ് ആണ്. ഇതിൽ 1-2 ട്രേഡ് മാത്രമേ ലോസ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വിന്നിങ് ആണ് ഞാൻ എടുത്ത ട്രേഡ്. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ എത്രമാത്രം നമുക്കിത് യൂസർ ഫ്രണ്ട്ലി ആണെന്ന്. അതായത് ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ലാപ്പിലോ ഒരു PC-യിലോ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോഴത്തെ ട്രേഡ് വിന്നായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് അങ്ങനെയാണ് സമയം പോയിരിക്കുന്നത്. നമുക്ക് ആ സമയം നമുക്ക് ഇത് ടൈം ഫ്രെയിമാണോ ആ സമയം വെച്ച് നമുക്ക് ചെയ്യാം.
ഓക്കെ. അപ്പോൾ നിങ്ങൾ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറുക. പിന്നെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ സിഗ്നൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ഇത് കയറി ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ. മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ലാപ്പില്ലാത്തവർക്ക് മൊബൈലിൽ തന്നെ ഞാനിപ്പം മൊബൈലിൽ ചെയ്തത് പ്രധാന റീസൺ നമുക്ക് മൊബൈലിലും യൂസ് ചെയ്യാൻ പറ്റും എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ബിനോമോ അങ്ങനെ നമുക്ക് മൊബൈലിൽ ഇത്രയും ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം സോളോസ് പ്ലാറ്റ്ഫോം നമുക്ക് മൊബൈലിൽ നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ട്രെൻഡൊക്കെ നമുക്ക് കുറച്ച് നല്ലോണം വാച്ച് ചെയ്യാൻ പറ്റും. ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒന്ന് സൂം ഇന്നാക്കിയാൽ നമുക്ക് അതുപോലെ ട്രെൻഡ് ലൈനൊക്കെ വരച്ച് നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാം. അത് കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അത് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ കയറി ചെയ്യുക. സിംഗിൾ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. ഓക്കെ. താങ്ക് യു ഫ്രണ്ട്സ്.